ഹായ് ഡിയേഴ്സ്, നമ്മള് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാടാ? സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങൾ. ഈ ചാപ്റ്ററിൽ ഓണപ്പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഞാൻ ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും എന്ത് ചെയ്യും? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? നിങ്ങൾ എക്സാമിന് കാണുന്നില്ല ഉറപ്പാണ്. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഭാഗങ്ങൾ എന്ത് ചെയ്യും? ക്ലിയർ ആകും. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാടാ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The upper limit of a frequency of sound that a bat can hear is 120 kilohertz. If so, what is the maximum wavelength of sound it can hear? അല്ലേ? കൺസിഡർ സ്പീഡ് ഓഫ് സൗണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ്. എന്താ പറഞ്ഞത്? വവ്വാലിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉച്ചപരിധി 120 കിലോ ഹെർട്സ് ആണ് എങ്കിൽ പരമാവധി എത്ര തരംഗദൈർഘ്യമുള്ള ശബ്ദം വരെ അതിന് കേൾക്കാൻ സാധിക്കും? ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് പരിഗണിക്കുക. ഇതാണ് പറഞ്ഞത്. എടാ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കുക. 1, 2, 3, 4 തവണ വായിക്കുമ്പോൾ എന്തേ ഉള്ളൂ? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എന്നല്ല ആലോചിക്കേണ്ടത്, തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക, അത് എടുത്ത് എഴുതുക. ബാക്കി ഇക്വേഷൻ കിട്ടും, നോക്കിക്കോളൂ. എടാ, ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ. ഒരു വവ്വാലിന് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ഉച്ചപരിധി എത്രയാണ്? 120 കിലോ ഹെർട്സ് ആണ്. അതിന്റെ അർത്ഥം എടാ എഫ് അല്ലേ? എഫ് സീക്വൽ ടു 120 കിലോ ഹെർട്സ് എന്നല്ല അർത്ഥം? ആണ് സർ. എഫ് സീക്വൽ ടു 120 കിലോ ഹെർട്സ് എന്നാണ്. പിന്നെന്താ? ഇഫ് സോ വാട്ട് ഇസ് ദ മാക്സിമം വേവ് ലെങ്ത് സൗണ്ട് ക്യാൻ ഹിയർ? ഇല്ലേ? ഇതിന് കേൾക്കാൻ പറ്റുന്ന മാക്സിമം തരംഗദൈർഘ്യം വേവ് ലെങ്ത് എത്രയാണ്? അല്ലേ? ഇതിന് കേൾക്കാൻ പറ്റുന്ന തരംഗദൈർഘ്യം, പരമാവധി തരംഗദൈർഘ്യം എത്രയാണ്? നമുക്കറിയോ? ഇല്ല. അതിന് കേൾക്കാൻ സാധിക്കും എന്ന് ചോദിച്ചത്. എത്ര വരെ കേൾക്കാൻ പറ്റും? നമുക്കറിയാം. ലാംഡ കണ്ടുപിടിക്കണം അല്ലേ? തരംഗദൈർഘ്യം ലാംഡ അല്ലേ? ആണ് സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ മക്കളെ നോക്കിക്കോളൂ. ഇവിടെ എന്താ പിന്നെ തന്നിട്ടുള്ളത്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് ശബ്ദവേഗം. അപ്പൊ വി ഈക്വൽ ടു 350 ആണെന്ന് പറഞ്ഞു, മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ലാംഡ കാണാനല്ലേ? എടാ വിയും ലാംഡയും എഫ് ഉള്ള ഇക്വേഷൻ എന്താ അല്ലേ? നമുക്കറിയാം സർ. ഞങ്ങൾക്ക് ലാംഡ തന്നു, ലാംഡയാണ് കാണാൻ വേണ്ടി പറഞ്ഞത്. വി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എടാ എഫ് തന്നിട്ടുണ്ട് 120 കിലോ ഹെർട്സ് ആണ്. 120 കിലോ ഹെർട്സ് ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, തന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് എഴുതിയില്ലേ? ഇനി ഏതെങ്കിലും എസ് ഐ യൂണിറ്റ് അല്ലാത്ത യൂണിറ്റുകൾ എന്ത് ചെയ്യുക? അത് എസ് ഐ യൂണിറ്റേക്ക് മാറണം. കിലോ ഹെർട്സ് അല്ല, ഹെർട്സ് ആണ് എസ് ഐ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ 3 പൂജ്യം എടുക്കുക. കിലോക്ക് വരെ 3 പൂജ്യം. അപ്പൊ 120 കഴിഞ്ഞിട്ട് 3 പൂജ്യം. അത്രയും എന്താടാ? അത്രയും ഹെർട്സ് ആണ്. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എടാ നമുക്കറിയാം ഇക്വേഷൻ സീക്വൽ ടു എഫ് ലാംഡ അല്ലേ? വിയും എഫും ലാംഡയും ഇക്വേഷൻ ഏതാ? വി സീക്വൽ ടു എഫ് ലാംഡ. അത് നമുക്ക് ഒരു ഇക്വേഷനിൽ ഒന്നല്ലാത്ത ഭാഗമൊക്കെ അറിയാമെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിന് ലാംഡ അറിയില്ല, പക്ഷെ എഫും വിയും അറിയില്ലേ? അറിയും സർ. ഇങ്ങനെ വരികയാണെങ്കിൽ, ഈ ഇക്വേഷൻ വരികയാണെങ്കിൽ വേഗം ട്രയാങ്കിൾ ആണ് വരയ്ക്കുക. വരച്ചതിന് ശേഷം വി സീക്വൽ ടു എഫ് ലാംഡ അല്ലേ? നമുക്ക് എന്താ കാണുന്നത്? ലാംഡ ആണ്. അപ്പൊ ലാംഡ പൊത്തി പിടിക്കുക. അപ്പൊ എന്താണ്? വി ബൈ എഫ്. അപ്പൊ ലാംഡ സീക്വൽ ടു സർ വി ബൈ എഫ് ആണ്. ലാംഡ സീക്വൽ ടു വി ബൈ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ സർ ലാംഡ സീക്വൽ ടു വി എത്രയാണ്? 350 ആണ്. 350 ആണ്. എത്രയാണ്? 350 ആണ്. ഓക്കെ സർ, ക്ലിയർ ആണ്. ബൈ എഫ് എത്രയാടാ? എഫ് നോക്കിക്കോളൂ. 120 മതിയോ? പോരെ. പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 3 1,20,000 ആണ് ശരിക്കും അല്ലേ? 1 10 100 1000 10,000 ലക്ഷം. ഓക്കെ സർ, ഇത് എങ്ങനെ നിങ്ങൾ ഹരിക്കുക? എടാ ഈ പൂജ്യം വെട്ടിക്കൂടി. രണ്ടിടത്തും പൂജ്യം അല്ലേ? പൂജ്യം ഉണ്ട്. ബാക്കി സ്ഥലങ്ങൾ എന്താ ചെയ്യാ? എടാ 35 ഉള്ളിലാണ്. 1,20,000 എന്താണ്? പുറത്താണ്. 1,00,000 12,000 പുറത്ത്. 12,000 ഉള്ളൂ അല്ലേ? 1 10 100 1000 12,000 പുറത്തുള്ളൂ. അപ്പോ 12,000 35 ഉണ്ടോ? ഇല്ല സർ. അപ്പൊ ഒരു പൂജ്യം ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു ഇല്ലേ? ഓക്കെ. പിന്നെ 350 ഉണ്ടോ? ശ്രദ്ധിക്കാം. 350 ഉണ്ടോ? ഇല്ല സർ, 350 ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ വീണ്ടും ഒരു പൂജ്യം ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തു.
3500 സർ. 3500 ഇല്ല. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഒരു പോയിട്ടു 100 1000 10000 അപ്പൊ ഇവിടെ ഒരു 0. 35,000 ആ 35,000 എത്ര ഇട്ട പോകും? 12,000 2 പ്രാവശ്യം പോകും. അപ്പൊ എന്ത് കിട്ടിയ ആൻസർ? 0.002 മീറ്റർ. ലാംഡയാണ്. ലാംഡ എന്തിലാ പറയാ? മീറ്ററിലാണ് പറയാ. ഓക്കെ സർ, മനസ്സിലായി. ഇത്രേ ഉള്ളൂ. ആൻസറായി. ഇതേപോലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? എക്സാമിന് വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? A wave has a frequency of 2 kilohertz. F ആണ്. F എന്താണ്? 2 kilohertz ആണ്. ആൻഡ് വേവ് ലെങ്ത് വേവ് ലെങ്ത് പറഞ്ഞു 35 സെന്റിമീറ്റർ ആണ്. അപ്പൊ ലാംഡ 35 സെന്റിമീറ്റർ ആണ്. ഹൗ ഫാർ ഡസ് ദ വേവ് ട്രാവൽ ഇൻ 0.5 സെക്കൻഡ്? ടി പറഞ്ഞിട്ടുണ്ട്. 0.5 സെക്കൻഡിൽ ഈ വേവ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു തരംഗത്തിന് 2 കിലോഹെർട്സ് ആവൃത്തി ഉണ്ട്. അതിന് 35 സെന്റിമീറ്റർ ആണെന്ത് അതിന്റെ തരംഗ ദൈർഘ്യം എന്നും പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു എങ്കിൽ ഈ തരംഗം ടി ഈക്വൽ ടു 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? എടാ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോളൂ. നമ്മളോട് പറഞ്ഞു ലാംഡ 35 സെന്റിമീറ്റർ ആണ് പറഞ്ഞു. ഓക്കെ, ഇത് എസ് യൂണിറ്റ് അല്ല. അപ്പൊ എന്ത് ചെയ്യണം? എസ് യൂണിറ്റ് മാറ്റണം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഫ്രീക്വൻസി എഫ്, ആവൃത്തി പറഞ്ഞില്ലടാ. ആവൃത്തി പറഞ്ഞത് 2 കിലോഹെർട്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, 2 കിലോഹെർട്സ്, അതും കിലോഹെർട്സ് ആണ്, എസ് യൂണിറ്റിലല്ല. അപ്പൊ അത് എസ് യൂണിറ്റ് മാറ്റണം. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താ പറഞ്ഞത്? നമുക്ക് ഇവിടെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞതാ? എങ്കിൽ ഈ തരംഗം 0.5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ ടൈം ജസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. 0.5 സെക്കൻഡിൽ ഇത് എത്ര ദൂരം സഞ്ചരിക്കും? ഡിസ്റ്റൻസ് കാണാൻ, ഈ സെക്കൻഡിലെ ഡിസ്റ്റൻസ് കാണാനാ പറയണത്. സർ ഇതെങ്ങനെ ചെയ്യാം? എങ്ങനെ ഡിസ്റ്റൻസ് കാണുന്നത് വെച്ചിട്ട്? എടാ നമ്മൾ പഠിച്ചിട്ടുണ്ട് 0.5 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമല്ല കാണേണ്ടത്. 1 സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരമാണെന്ത്? തരംഗ വേഗം, സ്പീഡ് ഓഫ് വേവ്. അത് കണ്ടാൽ 1 സെക്കൻഡിൽ കിട്ടൂലേ? അതിന്റെ പകുതി അല്ലേ 1/2 സെക്കൻഡ്? 0.5 സെക്കൻഡ് പകുതി കണ്ടാൽ പോരെ? അപ്പൊ 1 സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരം കാണാൻ v = f ലാംഡ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടിയാൽ 1 സെക്കൻഡിലെ കിട്ടും. മീറ്റർ പെർ സെക്കൻഡ് ഉത്തരം കിട്ടുക. മീറ്റർ പെർ സെക്കൻഡ് പറഞ്ഞാൽ സെക്കൻഡിൽ ഇത്ര മീറ്റർ എന്ന് കിട്ടും. നമുക്ക് 1/2 സെക്കൻഡ് അല്ലേ? അപ്പൊ ഈ ആൻസറിന്റെ പകുതി എടുത്താൽ പോരെ? സർ മതി, സിമ്പിൾ, ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ എങ്ങനെ ചെയ്യാ? വളരെ സിമ്പിൾ ആണ്. v = f എത്രടാ? 2 കിലോഹെർട്സ് ആണ്. ഞാൻ എസ് യൂണിറ്റ് മാറണം. അപ്പൊ കിലോക്ക് 3 ഓക്കെ സർ, അത്രയും ഹെർട്സ്, 2000 ഹെർട്സ്. പിന്നെ ഇവിടെ 35 സെന്റിമീറ്റർ ആണ്. മീറ്റർക്ക് മാറണം. അറിയാത്ത കുട്ടികൾ എഴുതിക്കോളൂ. മീറ്റർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ്? സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100 അല്ലേ? 35 എന്ത് ചെയ്യാ? 100 കൊണ്ട് ഹരിക്കുക. സർ 35 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഇവിടെ എത്ര 2 പൂജ്യം അല്ലേ? അപ്പൊ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിട 0.35 0.35 മീറ്റർ, അത്രയും മീറ്റർ ആണ്. ഓക്കെ ആണോ? അങ്ങനെ കണ്ടൂടെ? v = f എത്രടാ? f നമുക്കറിയാം 2000 ആണ്. എത്രയാണ്? 2000 ഇൻറ്റു എടാ നമുക്ക് എന്ത് തന്നിട്ട് ഇവിടെ ഉള്ളത്? എന്താണ് ഈ ലാംഡ? എത്ര? ലാംഡ 0.35 ആണ്. 0.35 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ v = എടുത്ത് ഗുണിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ പോയിന്റും ഈ പൂജ്യങ്ങളും ഒഴിവാക്കുക. പിന്നെ എന്തായാലും 35 × 2 എത്രടാ? 35 ഇരട്ടി 70 ആണ്. നമുക്കറിയാം 70. എത്ര പൂജ്യം ഒഴിവാക്കി? 3 പൂജ്യം. 1 2 3 പൂജ്യം ഒഴിവാക്കി. ഇവിടെ എത്ര പോയിന്റ് ഒഴിവാക്കി? നമ്മള് 2 സ്ഥാനം മാറ്റി കുത്തണം അല്ലെ? 1 2 അപ്പൊ 2 സ്ഥാനം ഇവിടെ മാറ്റി കുത്തി. അപ്പൊ എന്ത് കിട്ടി? 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 1 സെക്കൻഡിൽ 700 മീറ്റർ. നമ്മുടെ വെച്ചത് 1/2 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ആണ്? അപ്പൊ 700ന്റെ ഡിസ്റ്റൻസ് = 700 ഡിവൈഡഡ് ബൈ 2. അതായത് 1 സെക്കൻഡിൽ 700 മീറ്റർ. ഇതിന്റെ അർത്ഥം മീറ്റർ പെർ സെക്കൻഡ് പറഞ്ഞാല് നമ്മൾ 1/2 സെക്കൻഡിൽ വെച്ചത്. അപ്പൊ 700ന്റെ പകുതി 350 മീറ്റർ. എത്രയാണ്? 350 മീറ്റർ. ഓക്കെ സർ, മനസ്സിലായി. ഇപ്പൊ ക്ലിയർ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇതേപോലത്തെ വന്നു കഴിഞ്ഞാൽ, ഇതേപോലത്തെ അല്ലെങ്കിൽ ഇതന്നെ വന്നു കഴിഞ്ഞാൽ മക്കൾ നല്ല രീതിയിൽ എഴുതണം. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ സർ, ക്ലിയർ ആണ്, സെറ്റ് ആണ്, ഞങ്ങൾ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വെലോസിറ്റി ഓഫ് എ സൗണ്ട് ഇൻ എയർ v 340 340 മീറ്റർ പെർ സെക്കൻഡ്. സൗണ്ട് വേവ് ഓഫ് വേവ് ലെങ്ത് പറയുന്നുണ്ട്. ലാംഡ പറഞ്ഞു 0.5
0.01 ആണ് മീറ്റർ ആണെന്ന് പറഞ്ഞു. ഫ്രം എ വൈബ്രേറ്റിംഗ് ബോഡി, ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡിയിൽ നിന്ന് സൗണ്ട് വരുള്ളൂ. ചേട്ടാ വൈബ്രേഷനുള്ള സൗണ്ട്, അപ്പൊ വൈബ്രേറ്റ് ബോഡി എന്ത് വരുള്ളൂ? സൗണ്ട് വരുള്ളൂ. ഓക്കെ. റീച്ച് യുവർ ഇയർ ത്രൂ എയർ, എയറിലൂടെ നിങ്ങളെ ചെവിയിലേക്ക് എത്തുന്നു. ആയിക്കോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ യു ഏബിൾ ടു ഹിയർ ദി സൗണ്ട്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താ സാർ പറഞ്ഞത്? വായുവിൽ ശബ്ദത്തിന്റെ വേഗത, വായുവിൽ ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് വി. അങ്ങനെയാണെങ്കിൽ വൈബ്രേറ്റിംഗ് ബോഡിയിൽ നിന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രേറ്റ് ചെയ്യാൻ എന്താടാ? കമ്പനം ചെയ്യുന്ന വസ്തുവിൽ നിന്ന് 0.01 മീറ്റർ. അപ്പൊ എന്താണ്? ലാംഡയാണെന്ത്? 0.01 മീറ്റർ. ഈ തരംഗദൈർഘ്യമുള്ള ശബ്ദങ്ങൾ വായുവിലൂടെ നിങ്ങൾ ചെവിയിലെത്തുന്നു. നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കാൻ കഴിയുമോ? എടാ അപ്പൊ എന്താ കേൾക്കാൻ കഴിച്ചു സർ? ഇല്ല. ഉണ്ട് പറഞ്ഞാൽ മതിയോ? നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് സർ 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയിലാണോ നോക്കിയാ പോരെ? ഇതിന്റെ ഇടയിലാണെന്ന് കാണിക്കുക. എന്താ കാണേണ്ടത്? ഹെഡ്സ്, ഫ്രീക്വൻസി കണ്ടാ പോരെ? ആ സർ, ഫ്രീക്വൻസി കണ്ടാ മതി. ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഫ്രീക്വൻസി കാണുമ്പോൾ ഇതിന്റെ ഇടയിലാണ് നമുക്ക് കേൾക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോക്കിക്കോളൂ. എന്താ സർ പറഞ്ഞത്? അതായത് ഒരു വൈബ്രേറ്റിംഗ് ബോഡി ഉണ്ടായിരുന്നു. ആ വൈബ്രേറ്റിംഗ് ബോഡിയിൽ എത്ര സൗണ്ടിലാണ് വരുന്നത്? വി ഈക്വൽ ടു 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ പറഞ്ഞു ചെയ്തു. അതിന്റെ തരംഗദൈർഘ്യം അല്ലെ? തരംഗദൈർഘ്യം വേവ് ലെങ്ത് പറഞ്ഞു. എത്രയാണ്? 0.01 സെക്കൻഡ് ആണ്. ഓക്കെ സർ. അപ്പൊ ലാംഡയാണ് 0.01 സെക്കൻഡ് അല്ല, മീറ്റർ അല്ലെ? മീറ്റർ, ലാംഡ മീറ്ററിലെ പറയുള്ളൂ. ഓക്കെ സർ, അതും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എത്ര ആവൃത്തിയിലാണ്, ഫ്രീക്വൻസിയിലാണെന്ന് കണ്ടാ പോരെ? ആ സർ, അത് കണ്ടാ മതി. അങ്ങനെയാണെങ്കിൽ എഫ് ഈക്വൽ ടു എത്രയെന്നാണ് ചോദിച്ചത്. എഫ് ഈക്വൽ ടു എത്രയാണ് ചോദിച്ചത്. മനസ്സിലാവുണ്ടോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അപ്പോ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം വിയും ലാംഡയും എഫ് ഉണ്ടെങ്കിൽ ഏതാ ഇക്വേഷൻ? വി ഈക്വൽ ടു എഫ് ലാംഡ, വി ഈക്വൽ ടു എഫ് ലാംഡ. അങ്ങനെയാണ് സർ. ഞങ്ങൾക്ക് എന്താ കാണുന്നത്? എഫ് ആണ് കാണുന്നത്. നേരെ ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ വി ഈക്വൽ ടു എഫ് ലാംഡയാണ്. എഫ് കാണില്ല, എഫ് കൊത്തിപ്പിടിച്ചു. അപ്പൊ എന്താണ്? വി ബൈ ലാംഡ. അപ്പൊ എഫ് ഈക്വൽ ടു വി ബൈ ലാംഡ. എഫ് ഈക്വൽ ടു വി എത്രടാ? 340 ആണ്. ബൈ പിന്നെന്താണ്? 0.01 മീറ്റർ ആണ്. സർ, ഇത് എങ്ങനെ ഹരിക്കുക? ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയില്ലല്ലോ. ഇവിടെ വളരെ സിമ്പിൾ. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 പൂജ്യം ആളെ കൊണ്ട് ഗുണിക്കുക. 1 ഡിജിറ്റ് ആണെങ്കിൽ 1 പൂജ്യം ആള്, 2 ഡിജിറ്റ് ആണെങ്കിൽ 2 പൂജ്യം ആള്, 3 ഡിജിറ്റ് ആണെങ്കിൽ 3 പൂജ്യം ആള്, 2 പൂജ്യം ആളാ 100 അല്ലേ? 100 കൊണ്ട് ഇവിടെ ഗുണിക്കുക. ഇവിടെ 100 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ സർ, മനസ്സിലായി. ഇത് ഗുണിക്കാൻ വേണ്ടി പോണോ? ഇല്ല. 340 കിട്ടും. എത്ര പൂജ്യം? 2 പൂജ്യം എടുത്താൽ മതി. ഗുണിക്കൽ ഉത്തരായി. ഷോർട്ട് ആക്കി ചെയ്താ. എടാ ഇവിടെ പോയിന്റ് ഒഴിവാക്കാനല്ലേ ഞാൻ 100 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. പോയിന്റ് പോകും, അതിനാണ് 100 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ എന്താണ്? 001 പോയിന്റ് ഒഴിവാക്കി 001 എത്ര? 1 തന്നെയാണ്. അപ്പൊ 34,000 ബൈ 1 പറഞ്ഞാല് സർ 34,000 തന്നെയാണ്. അത്രയും ഹെഡ്സ്. എടാ ഈ 34,000 നമുക്ക് കേൾക്കാൻ പറ്റുമോ? മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് 20,000 വരെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ അൾട്രാസോണിക് സൗണ്ട് ആണ്. ഇത് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റൂല എന്ന് എഴുതണം. ഹ്യൂമൻസിന് എന്തെയില്ല? നോട്ട് ഓഡിയബിൾ എന്ന് എഴുതിച്ചാൽ മതി. മാർക്കായി. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നില്ലേ? കാരണം ഇവിടെ പറയുന്നുണ്ട് ജസ്റ്റിഫൈ യുവർ ആൻസർ അല്ലെ? നിങ്ങൾ ഉത്തരം ന്യായീകരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ അങ്ങനെ എഴുതിച്ചാൽ മതി. അതിന് മാർക്ക് ഉറപ്പാണ്. ഓക്കെ സാർ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേരി. എന്താ? എ സൗണ്ട് സിഗ്നൽ ഓഫ് 50 കിലോ ഹെഡ്സ് അല്ലെ? 50 കിലോ ഹെഡ്സ് ഈസ് സെൻഡ് ടു ദ ബോട്ടം ഓഫ് എ സീ അല്ലേ? ഇറ്റ് റിട്ടേൺ ബാക്ക് ആഫ്റ്റർ 4 seconds. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സീ വാട്ടർ ഈസ് 1500 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ കാൽക്കുലേറ്റ് ദ ഡെപ്ത് ഓഫ് ദി സീ. പിന്നെ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദി വേവ്? സർ ഒന്നും കൂടി പറഞ്ഞുതരി. എടാ സൗണ്ട് സിഗ്നൽ ഓഫ് 50 കിലോ ഹെഡ്സ്. ഒരു സൗണ്ട് സിഗ്നലിന് എത്ര കിലോ ഹെഡ്സ് ഫ്രീക്വൻസി ഉണ്ട്? ഒരു സൗണ്ട് സിഗ്നൽ എവിടുന്നാ പോണെന്ന് അറിയോ? ഒരു ഷിപ്പിൽ നിന്നാണ് പോണെന്ന് വിചാരിച്ചോളൂ. ഷിപ്പ് എവിടെ കിടക്കുന്നത്? കടലിലാണ്. എവിടെ കിടക്കുന്നത്? കടലിലാണ്. അങ്ങനെയാണെങ്കിൽ ഷിപ്പിൽ നിന്നൊരു സൗണ്ട് സീന്റെ അടിത്തട്ടിലേക്ക് പോകുന്നുണ്ട്. അതാണ് പറഞ്ഞത് അല്ലേ? നോക്കിക്കോളൂ, അതന്നെയാണ് പറയണത് അല്ലേ? 50 കിലോ ഹെഡ്സ് ഉള്ള ഒരു സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോട്ടം ഓഫ് എ സീ. It returned back for 4 seconds. A sound signal
50 kHz sent to the bottom of the sea. സീന്റെ അടിയിലേക്ക് വിടുന്നുണ്ട്. അപ്പൊ കപ്പലിൽ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് വിടൂലേ സോണാർ വഴി. ഓക്കെ, അത് മനസ്സിലാക്കിയത്. ഇറ്റ് റിട്ടേൺ 4 seconds. ഇല്ലേ, അത് 4 സെക്കൻഡോട് തിരിച്ചെത്തുന്നു. അതിനർത്ഥം ഇവിടെ ഒരു സൗണ്ട് സിഗ്നൽ വിട്ടു. അത് എത്രയാണ്, എത്ര ഫ്രീക്വൻസിയിൽ, എത്ര ആവർത്തി എത്രയാണ്? 150 ആണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ പറഞ്ഞാ 50 kHz. 50 50 kHz ആണ്. kHz ആണ് സർ, kHz ആണ്. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെന്താ പറഞ്ഞത്? അത് ഇവിടെ എത്തി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. എത്ര സെക്കൻഡ് കൊണ്ട്? 4 സെക്കൻഡിന് ശേഷം ഇവിടെ തട്ടി സൗണ്ട് റിഫ്ലക്ട് ചെയ്യും അല്ലേ? തട്ടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. എത്ര സെക്കൻഡ് ശേഷം? T=4 സെക്കൻഡിന് ശേഷം എത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പല്ല സ്പീഡ്, വെള്ളത്തിലൂടെയുള്ള സ്പീഡ് എത്ര പറഞ്ഞത്? സൗണ്ടിന്റെ സ്പീഡ് എത്ര പറഞ്ഞത്? 1500 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞു 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ സർ, മനസ്സിലായി. 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താടാ കാണേണ്ടത്? ഇവിടുന്ന് ഇവിടെ എത്തി, ഇവിടെ വരെ എത്തി. അപ്പോ ഈ ഡെപ്ത് കാണാൻ, സീന്റെ ആയം കാണാൻ, കടൽ എത്ര ആയുണ്ട്, ഈ ഡിസ്റ്റൻസ് ആണ് കാണാൻ ചോദിച്ചത്. സർ അതെങ്ങനെ കാണാ? എടാ ഇവിടെ തുടങ്ങി ഇവിടെ പോയി ഇവിടെ എത്താനല്ലേ 4 സെക്കൻഡ് എടുത്തത് അല്ലേ? അപ്പൊ ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് വരെ എത്താനുള്ള ദൂരം കാണാം. ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെ എത്താൻ ദൂരം കാണാം. എങ്ങനെ ദൂരം കാണാം? നമുക്കറിയാം. അതായത് നോയിക്കോളൂ മക്കളെ, നമുക്കറിയാം എങ്ങനെ സ്പീഡ് കാണാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അല്ലെങ്കിൽ വേഗത സമം ദൂരം ബൈ സമയല്ലേ? ആണ്. നമുക്ക് എന്താ കാണേണ്ടത്? ദൂരല്ല കാണേണ്ടത്. കാരണം നമുക്ക് ഇത് അറിയില്ല, ഇത് കാണണം. അപ്പൊ വേഗം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു 1500, ടൈം പറഞ്ഞു 4 സെക്കൻഡ് ആണ്. ഇത് രണ്ടും അറിയെങ്കിൽ ഇത് കണ്ടൂടെ? ആ സർ കാണാം. അത് അവിടെ തന്നെ നിർത്തുക. ഡീനെ അവിടെ തന്നെ നിർത്തി. ഈക്വൽ ടു ഇവിടെ സ്പീഡ് ഉണ്ട് ഇവിടെ. ആയിക്കോട്ടെ, സ്പീഡ് ഇൻറ്റു ഈ ടി ഇങ്ങോട്ട് എന്താവും? ഡിവൈഡ് ബൈ ടി എന്ത് ചെയ്യും? ഗുണിക്കണം ടി ആവും. ഓക്കെ സർ, അതിന്റെ അർത്ഥം എന്താന്നോ? ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ എത്താനുള്ള ഡിസ്റ്റൻസ് കാണാം നമ്മൾ. ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ പോയി തിരിച്ചിങ്ങോട്ട് എത്തൂലേ? ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പകുതി എടുത്താൽ പോരെ. അങ്ങോട്ടുള്ള മാത്രം എടുത്ത് എന്ത് ചെയ്യും? കടലിന്റെ ആയം കിട്ടൂലേ? ആ സർ, ആയം കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ഈക്വൽ ടു സ്പീഡ് എത്രടാ? സ്പീഡ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എത്രയാണ്? 1500 ആണ്. അപ്പൊ 1500 ഇൻറ്റു ടി എത്രടാ? ടി നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എത്രയാണ്? 4 സെക്കൻഡ് ആണ്. 4. എടാ 1500 × 4, 1500 ഇരട്ടി 3000, 3000 6000 കിട്ടും അല്ലേ? അല്ലടാ, 15 × 4 നോക്ക്. 15 × 4 ഡൗട്ട് ഉണ്ടോ? 4 5 20, ഇഷ്ടം 2, 1 4 4 5, 1 4 4 5 6. അപ്പൊ 60 കിട്ടി. എത്ര പൂജ്യം? 2 പൂജ്യം എടുത്തു. കിട്ടിയില്ലേ? അത്രയും മീറ്റർ. എന്തിന്? ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ എത്താൻ നമുക്ക് എന്ത് മതി? അങ്ങോട്ടുള്ള ദൂരം മാത്രം പോരെ. അതല്ല കടലിന്റെ ആയം ആണ് സർ. അപ്പൊ അതിന്റെ പകുതി എടുത്താൽ പോരെ? മതി. അപ്പൊ എന്താണ്? 6000 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 3000 മീറ്റർ ആണ്. എന്ത്? 3000 മീറ്റർ ആണ് എന്ത്? കടലിന്റെ ആയം. സെറ്റ് ആണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നല്ല രീതിയിൽ മക്കൾ പഠിച്ചിരിക്കണം. ഓക്കെ സർ, അതും മനസ്സിലായി. ഞങ്ങൾക്ക് അതും ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഒബ്സർവ് ദി ഫിഗർ. ചിത്രം നിരീക്ഷിക്കുക. വാട്ട് കൈൻഡ് ഓഫ് വേവ് മോഷൻ ഈസ് ഷോൺ ദ ഫിഗർ? ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ. അല്ലേ? ചിത്രത്തിൽ ഏതുതരം തരംഗചലനമാണ് കാണിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം വിശദീകരിക്കുക. നമ്മൾ ഇങ്ങനത്തെ ഡയഗ്രാം കാണും, നമ്മൾ കണ്ണടിച്ച് പറയും അത് ട്രാൻസ്വേഴ്സ് ആണ് സർ, അനുപ്രസ്ഥാണ്. അല്ല, ഇവിടെ എന്ത് പറഞ്ഞിട്ടുന്നോ? പ്രഷർ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. മർദ്ദ വ്യത്യാസം ഏതിലേ ഉണ്ടാകുള്ളൂ? ലോഞ്ചിറ്റ്യൂഡൽ വേവിലേ ഉണ്ടാകുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ ഇവിടെ പ്രഷർ വേരിയേഷൻ ഇവിടെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം അതെന്താണ് മക്കളെ? ലോഞ്ചിറ്റ്യൂഡിലാണ്, അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗമാണ്. അല്ലേ? നോക്കിക്കോളൂ, അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്, അനുദൈർഘ്യ തരംഗമാണ്. എന്തുകൊണ്ടാ? ഹിയർ പ്രഷർ ഡിഫറൻസ് ഈസ് പ്ലോട്ടഡ് അഗൈൻസ്റ്റ് വൈ ആക്സിസ്. വൈ ആക്സിൽ എന്തുണ്ട്? പ്രഷർ ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അല്ലേ? നിങ്ങൾക്ക് അറിയുണ്ടാവും. ഡിഫറെന്റ് ഫോം ഓൺലി എവിടെ ഉണ്ടാവുള്ളൂ? പ്രഷർ ഡിഫറൻസ് എവിടെ ഉണ്ടാവുള്ളൂ? ലോഞ്ചിറ്റ്യൂഡ് ലെവലിൽ ഉണ്ടാകുള്ളൂ. ഇവിടെ വൈ അക്ഷത്തിൽ കാണിക്കുന്ന മർദ്ദ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇതൊരു അനുദൈർഘ്യ തരംഗമാണ്. മനസ്സിലായി സർ? അതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് വേവ്. ഫ്രീക്വൻസി കാണണം, ആവൃത്തി കാണണം. ഇറ്റ്സ് വെലോസിറ്റി, അതിന്റെ വെലോസിറ്റി പറഞ്ഞു 6420 ആണ്. 6420 ആണ്. ആൻഡ് വേവ് ലെങ്ത് ഈസ്, വേവ് ലെങ്ത് ലാംഡ എത്രയാണ്? 6 മീറ്റർ ആണ്.
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവൃത്തി കാണാൻ നിങ്ങൾക്ക് അറിയുന്ന കുറെ വട്ടപ്പ് ചെയ്തതാണ്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് നിങ്ങൾ കാണാം. എടാ എന്താ കാണും? എഫ് കാണണം. നമുക്കറിയാം, നമ്മൾ നേരെ ട്രയാങ്കിൾ വരക്കും. നേരെ നമ്മൾ ട്രയാങ്കിൾ വരക്കും. എഫ് വി സീക്വൽ ടു എഫ് ലാംഡ എന്ന് എഴുതും. എഫ് ലാംഡ എന്ന് എഴുതും. നമുക്ക് എഫ് ആണ് കണ്ടത്. എഫ് വി ബൈ ലാംഡ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രിപ്പയർഡ് ആക്കി വെച്ചിട്ടുള്ളത്. ഇത് മതി. ഇത് നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഹോംവർക്ക് ആക്കി ചെയ്യുക. ചെയ്തൂടെ? ചെയ്യാം സർ. കുറേ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന 16-ാം തീയതി കറക്റ്റ് അടുത്ത ശനിയാഴ്ച 7:30 PM ഞാൻ എന്ത് ചെയ്യുന്നത്? ലൈവിൽ വരുന്നുണ്ട്. ഫിസിക്സിൽ 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാം. റിവിഷൻ വിത്ത് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. പ്ലസ് റിവിഷനും കൂടി ഉണ്ടാകും. പ്ലസ് എന്തും കൂടി 3 ചാപ്റ്ററും കിട്ടി കഴിഞ്ഞാൽ A+ ഉറപ്പാണെങ്കിലും വന്നു കഴിഞ്ഞാൽ മക്കൾ ലൈവിൽ വരെ ഡൗട്ട് എന്ത് ചെയ്യുക? കുറഞ്ഞ മക്കളിൽ ഇപ്പം ഉണ്ടാകുള്ളൂ. കാരണം ആദ്യമായിട്ട് ലൈവ് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകുന്ന സെക്ഷൻ ആയിരിക്കും. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? മക്കൾ വരിക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? താങ്ക് യു.